അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മനുഷ്യരിൽ തെറ്റുകൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. ആ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അതിനെ തിരുത്തേണ്ടതും മനുഷ്യധർമ്മമാണ്. എന്നാൽ തെറ്റുകൾ തിരുത്തുമ്പോൾ ചില രീതികളുണ്ട്. അത് സ്നേഹപരമായിരിക്കണം, ബുദ്ധിപരമായിരിക്കണം, വിവേകത്തോടു കൂടിയുമായിരിക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റു തിരുത്തിയ ഒരു മനോഹരമായ രീതി നമുക്കൊന്ന് നോക്കിയാലോ. ഒരിക്കൽ ഒരു യുവാവ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്തേക്കെത്തി. എന്നിട്ട് അയാൾ ഒരാവശ്യം പറയുകയാണ്. ആവശ്യം കേട്ട് ചുറ്റും നിന്ന സ്വഹാബാക്കൾ പോലും അത്ഭുതപ്പെട്ടുപോയി. നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് അയാൾ പറഞ്ഞത്, നബിയെ, എനിക്ക് വ്യഭിചരിക്കാൻ അനുമതി നൽകണമെന്നാണ്. പരിസരത്തുണ്ടായിരുന്ന സ്വഹാബാക്കൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടുകൂടെ അയാളെ തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റിലും നിന്ന അദ്ദേഹത്തിനെ തടയാൻ വന്ന ആ സ്വഹാബാക്കളോട് നബി തങ്ങൾ പറഞ്ഞു, നിർത്തൂ, അരുതരുത്. ഇവിടെയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം പ്രകാശിതമാകുന്നത്. ശകാരിക്കാതെ, ദേഷ്യപ്പെടാതെ, സ്നേഹത്തോടെ വ്യഭിചരിക്കാനുള്ള അനുമതി തേടി വന്ന ആ മനുഷ്യനെ നബി തങ്ങൾ അടുത്തേക്ക് ഇരുത്തുകയാണ്. ഫദന മിൻഹു ഖരീബൻ. നബി തങ്ങളുടെ അടുക്കലേക്ക് അദ്ദേഹത്തിനെ ചേർത്തിരുത്തിയിട്ട് നബി തങ്ങൾ അദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നബി തങ്ങളുടെ ആദ്യത്തെ ചോദ്യം, നിന്റെ ഉമ്മയുടെ കാര്യത്തിൽ നീ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? അതായത് നിന്റെ ഉമ്മയെ മറ്റൊരാൾ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? അയാൾ വേഗത്തിൽ മറുപടി പറഞ്ഞു, ഇല്ല, അള്ളാഹുവാണ്, ഒരിക്കലും ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, മറ്റൊരാളും അവരുടെ ഉമ്മയുടെ കാര്യത്തിൽ ഇത് ഇഷ്ടപ്പെടില്ല. നബി തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, നിന്റെ മകളുടെ കാര്യത്തിൽ നീ അത് ഇഷ്ടപ്പെടുന്നു? അതായത് നിന്റെ മകളെ മറ്റൊരാൾ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? അദ്ദേഹം ഞൊടിയിടയിൽ മറുപടി പറഞ്ഞു, ഇല്ല, അള്ളാഹുവാണ്, ഞാൻ ഇഷ്ടപ്പെടുകയില്ല. മറ്റൊരാളും അവരുടെ മകളുടെ കാര്യത്തിലും അപ്രകാരം ഇഷ്ടപ്പെടുകയില്ല എന്ന് നബിതങ്ങളും അദ്ദേഹത്തിനോട് പറയുകയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തിയില്ല. വീണ്ടും ചോദിക്കുന്നു, നിന്റെ സഹോദരിയുടെ കാര്യത്തിൽ, നിന്റെ വാപ്പയുടെ സഹോദരിയുടെ കാര്യത്തിൽ, നിന്റെ ഉമ്മയുടെ സഹോദരിയുടെ കാര്യത്തിൽ? അപ്പോഴെല്ലാം അദ്ദേഹത്തിന് ഒരു മറുപടി മാത്രമായിരുന്നു, ഇല്ല, അള്ളാഹുവാണ്, ഇഷ്ടപ്പെടുകയില്ല എന്ന്. അപ്പോഴെല്ലാം നബിതങ്ങളും പറഞ്ഞു, അവരും ഇപ്രകാരം അവരുടെ സഹോദരിയുടെയും അമ്മായിയുടെയും അതോടൊപ്പം തന്നെ ഉമ്മയുടെ സഹോദരിയുടെയും കാര്യത്തിൽ അപ്രകാരം ഇഷ്ടപ്പെടില്ല എന്ന്. ഈ ചോദ്യത്തിലൂടെയെല്ലാം നബിതങ്ങൾ ആ യുവാവിനെ സ്വയം ചിന്തിപ്പിക്കുകയായിരുന്നു. താൻ മറ്റൊരാൾക്ക് തെറ്റ് ചെയ്യാൻ തുനിയുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് അത് എത്രത്തോളം വേദനാജനകമായിരിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. പാപത്തിന്റെ ഭീകരത സ്വയം അനുഭവത്തിലൂടെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. അവസാനമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിതങ്ങളുടെ തൃക്കരങ്ങൾ ആ യുവാവിന്റെ ഹൃദയത്തിന് മേൽ വെച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു വതഹിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു. പടച്ചവനെ, അവന്റെ പാപം നീ പുറത്തു കൊടുക്കണം, അവന്റെ ഹൃദയത്തിൽ നീ പരിശുദ്ധി നൽകണം, അവന്റെ കോപ്യാവയവത്തെ നീ സംരക്ഷിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, പറയപ്പെടുന്നുണ്ട്, പിന്നീട് ഒരിക്കൽ പോലും ആ തെറ്റിലേക്ക് അദ്ദേഹം തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്ന്. മറ്റൊരു ഹദീസിലൂടെ ഇപ്രകാരമാണ് പറയുന്നത്, എത്രത്തോളം വ്യഭിചരിക്കുന്നത് ഇഷ്ടവുമായിട്ടാണോ ഞാൻ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നതെങ്കിൽ മടങ്ങിപ്പോകുമ്പോൾ ഇതിനേക്കാൾ വെറുപ്പുള്ള ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന നിലയിലാണ് അദ്ദേഹം നബി തങ്ങളുടെ ചാരി നിന്നും മടങ്ങിപ്പോകുന്നത്. എത്ര അർത്ഥപൂർണമായിരുന്നു, എത്ര സ്നേഹത്തോടെയായിരുന്നു, എത്ര വിവേകത്തോടു കൂടെയായിരുന്നു മുത്താറ്റൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം. തെറ്റുകൾ തിരുത്തുമ്പോൾ ശകാരമല്ല വേണ്ടത്, സ്നേഹവും യുക്തിയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മറ്റൊരാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാളെ ശകാരിക്കാതെ അയാളുടെ വികാരങ്ങളെയും അയാളുടെ ചിന്തകളെയും ഒക്കെ മാനിച്ചുകൊണ്ട് സ്വയം തിരുത്താനുള്ള ഒരവസരമാണ് നാം അദ്ദേഹത്തിന് നൽകേണ്ടത്. ഈ നിലയ്ക്ക് തെറ്റുകളുമായി ബന്ധപ്പെടുന്നവരെ നാം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ കൃത്യമായി ബോധമുള്ളവരാക്കി മാറ്റുകയാണ് എങ്കിൽ ഏത് വലിയ തിന്മകളിലും കഴിഞ്ഞുകൂടുന്ന ആളുകൾ സ്വയം ചിന്തിച്ചുകൊണ്ട് അവർ ആ തെറ്റുകളിൽ നിന്നും മാറാൻ തീർച്ചയായും അവർ ശ്രമിക്കുമെന്നുള്ളതാണ്. അവരുടെ വികാരത്തെയും അവരുടെ ചിന്തകളെയും നാം മാനിച്ചുകൊണ്ട് അവരെ കൃത്യമായി താൻ ചെയ്യുന്ന തെറ്റിൻ്റെ ഗൗരവം അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അവർ ആ തെറ്റിൽ നിന്നും മാറുമെന്നത് യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. നാഥനായ റബ്ബ് എല്ലാവരെയും സ്നേഹത്തോടെയും മറ്റുള്ളവരെ മാനിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ വികാരങ്ങളെയും ചിന്തകളെയും ഒക്കെ മാനിച്ചുകൊണ്ട് കൃത്യമായി അവർക്കിടയിൽ ഇടപെടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റ് ചെയ്യുന്നവരുടെ തെറ്റുകളെ യുക്തിപൂർവകമായി
കൈകാര്യം ചെയ്യുന്ന നല്ല ബുദ്ധിയും ചിന്തയും ശേഷിയും അതുപോലെ തന്നെ എല്ലാ നിലയിലുള്ള കഴിവുകളും അള്ളാഹു നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ മുഴുവൻ തിന്മകളിൽ നിന്നും മാറി അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് രഹസ്യപരസ്യ ജീവിതങ്ങളെ സംശുദ്ധമാക്കുന്ന നല്ല വ്യക്തിത്വങ്ങളിൽ അള്ളാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരെയൊക്കെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.